ഞാൻ രാജിനി ചാണ്ടി, ഒരു മുത്തശ്ശി കഥയിലെ മുത്തശ്ശി. ഞാൻ ഈയിടെ പലയിടത്തും ഒരു ടോപ്പിക്കായിട്ട് കണ്ട ഒരു സബ്ജക്റ്റാണ് പെൺകുട്ടികളുടെ വസ്ത്രധാരണം. എൻ്റെ നോട്ടത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒരുവിധം സാധാരണ അപൂർവമായിട്ട് എക്സ്ട്രാ പിന്നെ ചിലർ വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നല്ലാതെ സാധാരണ ഒരുവിധപ്പെട്ട പിള്ളേരെല്ലാം ഇടുന്നത് കെയർഫുള്ളി ഡ്രസ്ഡ് ഡ്രസ്സാണ്. കാഷ്വൽ ജീൻസ്, ഒരു ടോപ്പ്, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ വല്ല കല്യാണങ്ങൾക്കോ ഫങ്ഷൻസിനാണ് ഞാൻ കണ്ടിരിക്കുന്നത് കുറച്ച് സെക്ഷുവലി അല്ലെങ്കിൽ ഒരു സ്വല്പം അട്രാക്റ്റീവ് അല്ലെങ്കിൽ ടൈറ്റ് ഫിറ്റിങ്സ്. പക്ഷേ ഞാൻ പറയുന്നത് ഒരു കൊച്ചു ടൈറ്റ് ഫിറ്റിംഗ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ പുറത്തേക്ക് പോകേണ്ട കാര്യം ആ പിള്ളേർക്കുണ്ടോ? ഇല്ല. പുരുഷന്മാരാണ് മുകളിൽ നിന്നും പെൺപിള്ളേർ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അതിൻ്റെ ഒരു കുഴപ്പമാണത്. നമ്മളുടെ ഈക്വലാണ്. ഇപ്പോൾ ആൺപിള്ളേരെന്തല്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൺപിള്ളേരല്ല, പ്രായമുള്ള ആണുങ്ങൾ മുണ്ടുടുത്തിട്ട് ഒന്നില്ലേ മുണ്ട് മടക്കി കുത്തുമ്പോൾ മുട്ടിന് മുകളിൽ വരുന്ന കണ്ടിട്ടുണ്ട്. ചിലവന്മാരെ മുണ്ടുടുത്തിട്ട് ഇതിങ്ങനെ ഒരു പൊക്കി പിടിച്ച് അവൻ്റെ ഇങ്ങേറ്റം വരെ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ നടക്കും. അതൊന്നും അതിനൊരു പ്രശ്നമില്ല. റോട്ടിൽ വന്ന് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം പോകുന്ന റോഡെയാണ്. അവൻ അങ്ങോട്ട് തിരിഞ്ഞ് മൂത്രം ഒഴിക്കുന്ന കാണാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ അവർക്ക് മൂത്രം ഒഴിക്കാമെങ്കിൽ ഞങ്ങൾക്കും ഒഴിക്കാൻ പാടില്ലേ? അതാ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആണുങ്ങൾക്ക് എന്തും ചെയ്യാം, പെൺപിള്ളേർക്ക് അത് പാടില്ല. പെൺപിള്ളേരുടെ ഡ്രസ്സിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചിന്തിക്കുന്ന ഇതാണ്. ഈ മുണ്ട് കൊടുത്തിട്ട് ഈ മുണ്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക, അല്ലെ മുണ്ട് മടക്കി കുത്തുമ്പോൾ ഇവിടം വരെ കയറ്റി മടക്കി കുത്തുക, എന്തും കാണിക്കുന്നത്. ചില സിനിമയിലൊക്കെ ഹീറോമാർ മുണ്ട് കൊടുത്തിട്ടും ചാടുമ്പോഴത്തേന് എവിടം വരെ കാണുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല? പെൺപിള്ളേരെ മാത്രം ഇത് പറയുന്നത്. ഓക്കെ, പെൺപിള്ളേരുടെ ഡ്രസ്സാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് 4 വയസ്സും 5 വയസ്സും ഉള്ള പിള്ളേർ റേപ്ഡ് ആവുന്നു? അതല്ല, ഇതൊന്നും ഒരു മനസ്സിൻ്റെ ഒരു ഇതാണ്. നമ്മളൊരു തോട്ടത്തിലൊരു റോസപ്പൂ നിൽപ്പുണ്ട്, നല്ല റോസപ്പൂ, നല്ലൊരു റോസപ്പൂ എന്ന് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഞാനിപ്പോൾ ഒരു എക്സ്പെൻസീവ് സാരി കൊടുത്തു, എല്ലാവരും എക്സ്പെൻസീവ് സാരി കൊടുക്കുന്ന മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തന്നെ. അല്ലെ പിന്നെ എനിക്ക് വല്ല 450 രൂപയുടെ കീറിയതോ കൊടുത്താൽ പോരെ? ഞാൻ 10,000-8,000 രൂപയുടെ സാരി കൊടുക്കുന്നത് എന്തിനാ? എന്നെ കൊടുക്കുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ നല്ല സാരി അല്ലെങ്കിൽ നല്ല വെൽ ഡ്രസ്ഡ് ലേഡി എന്ന് പറയാൻ തന്നെയാണ്. ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് എങ്ങനെയെങ്കിലും നടന്നാൽ പോരെ? അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ആ തോട്ടത്തിൽ നിൽക്കുന്ന റോസപ്പൂവെ പറിക്കാൻ പോകുന്നതിന് മുമ്പോ തോണ്ടാൻ പോകുന്നതിന് മുമ്പോ തോട്ടക്കാരനോട് ചോദിക്കണം, ഞാനത് പറിച്ചോട്ടെ, ഞാനതൊന്ന് തൊട്ടോട്ടെ, അല്ലെങ്കിൽ ഞാനതൊന്ന് മണത്തോട്ടെ. അതിന് പകരം ആണുങ്ങളെടുത്തി ആടുന്നതിന് പെൺപിള്ളേരെന്ത് ചെയ്യാനാ? ഇപ്പോൾ പെൺപിള്ളേരോട് നിങ്ങൾ ചോദിക്കുകയാണ്, എനിക്ക് ഒരു ദിവസം ഡേറ്റിന് അവർ വരാൻ തയ്യാറാണെങ്കിൽ കൊണ്ടുപോകുമോ? പോകണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് എന്തെന്നാ? ഇപ്പോൾ ഈ ഡ്രസ്സാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് 3 വയസ്സും അല്ലെങ്കിൽ ജനിച്ച ഉടനെയുള്ള പിള്ളേർ റേപ്ഡ് ആകുന്നു? എന്തുകൊണ്ട്? അതല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു കോലയെ സാരി ചുറ്റിയാലും ഉമ്മാരി ചെയ്യും. ഞാനൊരു ദിവസം ഞാൻ വണ്ടി ഓടിച്ചിങ്ങ് വരിക, ഒരാൾ റോട്ടിൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ട ഓർഡിനറി ലേഡി വെറും സാരി ഉടുത്ത് പ്രോപ്പറായി അവർ ജോലിക്ക് പോകാനുള്ള തിരക്കിൽ നടന്നു പോവുക. ആ മനുഷ്യൻ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ സ്ത്രീയെ നോക്കുന്ന ഞാൻ അപ്പം വണ്ടി നിർത്തി. അവരോട് പറഞ്ഞു, പബ്ലിക്കിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്നറിയാം, അത് പോട്ടെ, ആ പെങ്കൊച്ച് പോണേനെ അവന് നമുക്ക് കാണാം അവൻ എങ്ങനെയാണ് അവളെ മെഷർ ചെയ്യുന്നതെന്ന്. അതൊരു പാവം പെണ്ണ്, ഒന്നും അറിയണില്ല അവളെങ്ങനെ അറിയാനാ? പക്ഷെ ഞാൻ വണ്ടിയിൽ വരുമ്പോൾ എനിക്ക് അവൻ്റെ നോട്ടം കണ്ടപ്പോഴേ ഞാൻ അപ്പോൾ പബ്ലിക്ക് ഓപ്പണായിട്ട് ഞാൻ അവനോട് പറഞ്ഞു, പബ്ലിക്കിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല ഒന്ന്. രണ്ടാമത് റോഡേ പോകുന്ന പെൺപിള്ളേർ ഇതെന്ത് നോട്ടം ഇത് എന്ന് ചോദിച്ചു. അവൻ ചമ്മി വേഗം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. സിഗരറ്റ് വലിക്കാൻ മേലെന്ന് പറഞ്ഞപ്പോൾ അവൻ ഒന്ന് ചിരിച്ചു തുടങ്ങി. കാരണം ആൻറ്റി ഇവിടുത്തെ ഒരു വിധപ്പെട്ട എല്ലാവരുടെ ആൻറ്റി ആയതുകൊണ്ട്. പിന്നത്തെ കേട്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയത്, ഇത്ര ഡീപ്പായിട്ട് ഞാൻ അവനെ മനസ്സിലാക്കിയോ എന്നുള്ളത്. അപ്പോൾ അത് വസ്ത്രമല്ല പ്രശ്നം, നമ്മുടെ മൈൻഡാണ്. നമ്മുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എൻ്റെ പെങ്ങൾ പോകുമ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ എപ്പോഴും ഞാനിങ്ങനെ പറയാറുണ്ട്, ഞാൻ 2 കാര്യങ്ങളെ ശ്രദ്ധിക്കാറുള്ളൂ. ഒന്ന്, അന്യൻ്റെ വസ്തുക്കളെ ആഗ്രഹിക്കാതിരിക്കുക.
ഒന്ന് അന്യൻ്റെ ഭർത്താക്കന്മാരെ ആഗ്രഹിക്കാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ള പ്ലസ് പോയിൻ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭർത്താവ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ എൻ്റെ അനിയന്മാരും ചേട്ടന്മാരും അല്ലെങ്കിൽ അമ്മാവന്മാരും മക്കളുമാണ്. എനിക്കൊരു പ്രശ്നമില്ല ഒരാളുമായിട്ട് ഡീൽ ചെയ്യാൻ, ഒരു പ്രശ്നം എനിക്കില്ല. അപ്പം എന്നെ ഒരാൾ തോണ്ടിയാൽ തന്നെ ഞാൻ വിചാരിക്കും എന്നാ എൻ്റെ ആൻറ്റിയായിട്ട് കൺട്രോൾ എടുത്തതെന്നാ. പക്ഷെ നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വേണ്ടാത്ത രീതിയിൽ ഒരാൾ തൊട്ട് അപ്പം എനിക്കറിയാം. പിന്നെ എൻ്റെ നടപ്പും ഭാവം കണ്ട ആൾക്കാർക്കും അറിയാം അങ്ങനെ പോയാൽ തല്ല് കിട്ടുമെന്ന്. അതൊരു എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഇതാണ്. പക്ഷെ എനിക്കും അറിയാം, തൊടാൻ വരുന്നവർക്കും അറിയാം വേണ്ട ഒരു തല്ല് കിട്ടുന്ന ടൈപ്പാണ്. പക്ഷെ ആ ഒരു മൈൻഡ്, അതായത് എൻ്റെ പെങ്ങന്മാരാണ് ആ പോകുന്നത്. നമുക്കൊരു പർട്ടിക്കുലർ പേഴ്സണോട് ഇഷ്ടം തോന്നി, ഒരു സ്നേഹം തോന്നി, ലവ് തോന്നി, അത് ഡിഫറെൻറ്റ്. ഇത് തോന്നുന്നവരോടെല്ലാം തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് തെറ്റ്, അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക്. അല്ല ഡ്രസ്സല്ല പ്രശ്നം. ഡ്രസ്സ് ഒരു പരിധി വരെ എന്ന് പറയാം, ചിലപ്പം വൾഗർലി. പക്ഷേ വൾഗറായിട്ട് ഡ്രസ്സ് ഇട്ടാൽ അവൾ വൾഗറായിട്ട് ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞാൽ പോരെ. ഇതിന് അവളെ കയറി പിടിക്കാൻ പോണേ. ഒരു വൾഗറായിട്ട് ഡ്രസ്സ് ഇട്ട പെങ്കൊച്ചാണെങ്കിൽ അവളുടെ ക്യാരക്ടർ മോശമായിരിക്കണമെന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്തു. എന്നാൽ തന്നെ ആകണമെന്നില്ല, കൊച്ച് നല്ല കൊച്ചാകാം. എന്നാൽ തന്നെ അവളെ കയറി അവളോട് അവകാശമില്ലാതെ അവളെ ഇത് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ? ആർക്കുമില്ല, ഒരാണുങ്ങൾക്കും ഇല്ല. അപ്പോൾ വസ്ത്രമല്ല പ്രശ്നം, നമ്മുടെ മൈൻഡാണ്. അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ പഠിപ്പിച്ച് തന്നിരിക്കുന്ന രീതിയാണ്. എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല.